നമസ്കാരം. കഥ തുടരുന്നു എന്ന സിനിമയുടെ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സത്യൻ അന്തിക്കാടാണ്. ഈ സിനിമയെ ആസ്പദമാക്കിയിരിക്കുന്നത് വിദ്യ എന്ന യുവതിയുടെ കഥയാണ്. വിദ്യ തന്റെ അച്ഛനമ്മമാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഷാനവാസ് എന്ന മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് അച്ഛനമ്മമാരുടെ എതിർപ്പ് കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റിൽ ഷാനവാസ് കൊല്ലപ്പെടുന്നു. അതിനുശേഷം എങ്ങനെ വിദ്യ തന്റെ കൊച്ചുകുട്ടിയും കൊണ്ട് തന്റെ ജീവിതം തുടരുന്നു എന്നതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഒരു കഥ ഇതിന്റെ വളരെ നല്ലതാണെങ്കിലും സംവിധാനവും വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ വളരെ നാടകീയമായ ചില മുഹൂർത്തങ്ങൾ ഉള്ളതുകൊണ്ട് മൊത്തത്തിലെ സിനിമ ഒരു നല്ല സിനിമയായിട്ട് എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നില്ല. ജയറാം തന്റെ റോൾ മനോഹരമാക്കി. സാധാരണ സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലെ പോലെയുള്ള ഹൃദയസ്പർശിയായ ചില രംഗങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം കൂടുതലും കച്ചവട താല്പര്യങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് സിനിമയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ കുറച്ചൊരു അവിശ്വസനീയമായ ഒരു കഥയായിട്ടാണ് പിന്നീട് സിനിമ മുമ്പോട്ട് നീങ്ങുന്നത്. വളരെ നല്ലൊരു തുടക്കം സിനിമ നൽകി, വളരെ പ്രതീക്ഷകൾ നൽകി. പക്ഷേ സിനിമ മുമ്പോട്ട് പോകുന്തോറും നാടകീയമായ രംഗങ്ങൾ കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ എന്റെ അഭിപ്രായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് സിനിമ അതിനപ്പുറത്തേക്കില്ല. സാധാരണ സത്യൻ അന്തിക്കാടിന്റെ ഈ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു നീക്കങ്ങൾ ഇതിന്റെ അകത്ത് കാണാൻ കഴിയും. പുതുമയൊന്നുമില്ല. പിന്നെ അഭിനേതാക്കളെല്ലാം തന്നെ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. സംവിധായകൻ എന്ന നിലയിൽ സത്യൻ അന്തിക്കാടിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. എങ്കിലും മൊത്തത്തിലെ ഒരു ആവറേജിനപ്പുറത്തേക്ക് സിനിമ മുമ്പോട്ട് പോകുന്നില്ല.